ആ ജിമ്മിലെ പാർട്ടി വന്നിട്ടുണ്ട്. എനിക്കും അറിയാം. ഹായ്. വളരെ താങ്ക്സ്. എന്തിന്? കറക്റ്റ് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേനെ. ഓ, ഒരു ചായ പറയട്ടെ? വേണ്ട, ക്ലാസ്സിന് സമയമായി. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ ആം ശ്രുതി. നിങ്ങൾ തമ്പി. അച്ഛന്റെ പേരാണ്? എന്റെ പേര് തന്നെ. ഓ, നൈസ് നെയിം. Anyways, see you around. Fight it. ഓട്ടോ. ആ പേഷ്യന്റിനെ വാർഡിലേക്ക് മാറ്റി. Okay, doctor. What happened? ഒരു ചെറിയ വഴക്ക്. ഒരുത്തൻ കത്തിയുണ്ട്. എന്ത് കത്തിയോ? ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്, എന്നിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനൊന്നും സമയമില്ല. സ്റ്റേഷനിൽ പോകാനുള്ള ഉദ്ദേശവുമില്ല. മരുന്ന് വയ്ക്കുക. നീ എന്താ പേടിപ്പിക്കുക? വന്നിരിക്കുന്നവൻ മാറങ്ങോട്ട്. നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞേ ചെയ്യ. പോലീസ് സ്റ്റേഷനിൽ പോയി വരുമ്പോഴേക്കും പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ് മിസ്റ്റർ, ഇവിടെ നിയമമുണ്ട്. വി നീഡ് എ പോലീസ് കംപ്ലൈന്റ്. ഇറ്റ്സ് എ മസ്റ്റ്. പോ. ശരി, മരുന്ന് വെച്ചു കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഡു യു നോ ഹൗ ടു ബിഹേവ് ഇൻ എ പബ്ലിക് പ്ലേസ്? സെക്യൂരിറ്റി എവിടെ? ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോലീസ് സ്റ്റേഷനിൽ പോവാം. നീ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക, ഞാൻ അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. പ്ലീസ് എന്നെ വിട്. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഞങ്ങൾക്കും ചില റൂൾസ് ഉണ്ടല്ലോ. ട്രീറ്റ്മെന്റ് ഫസ്റ്റ്, റൂൾ സെക്കൻഡ്. എനിക്ക് ഇത്രയും ചെറിയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത്രയും വയലൻസ് വേണമായിരുന്നോ? വയലൻസ് ഒന്നുമല്ല, ഇതൊരു ട്രീറ്റ്മെന്റ് തന്നെയാ. അല്ല, നിങ്ങളെ അടിക്കാൻ വന്നതാരാ? ഇതിനു മുമ്പ് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു വരുമല്ലാരും ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ല, നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചോണ്ട് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എന്തിനാ ചുറ്റിത്തിരിയുന്നേ? നേരെ കാര്യം പറ. വേറെ പണിയൊന്നും ഇല്ലാതെ പോക്കിരിയായിട്ട്. കറക്റ്റ്, ഞാൻ പോക്കിരി തന്നെയാ. ചുമ്മാ ചുറ്റിക്കറങ്ങുന്നതിന് പകരം എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ചുമ്മാ ആരാ ചുറ്റുന്നേ? കാശ് എന്നാ എന്തും ചെയ്യും. എന്നുവെച്ചാ ഇപ്പൊ നിനക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ആ ഡോക്ടർക്ക് 2 കീറ് കൊടുത്തില്ലേ? ഇത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ പറഞ്ഞു. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ കണ്ടെത്തൽ. ഓ, സെൽഫ് എംപ്ലോയ്മെന്റ്. ഞാൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് ആലോചിക്കുകയല്ലേ? തീർച്ചയായിട്ടും നല്ലവനല്ല. പുറപ്പെടാം. എവിടെയാ പോണ്ടേ? ഓട്ടോ നിങ്ങൾ എങ്ങനെയാ വിളിച്ചത്? വിസിലടിച്ച്. എങ്ങനെയാ അടിക്കേണ്ടത്? അത് വളരെ ഈസിയാ. നാക്ക് നീട്ടി ഒന്ന് മടക്കി ഊതിയാ അത് വിസില. നീ ഒന്ന് നാക്ക് നീട്ടിയ. മടക്ക്. എന്താടാ ഇത്? കമ്മീഷണർ അലിബായി അറസ്റ്റ് ചെയ്തിട്ടില്ലാന്ന്. അതാ എനിക്കും മനസ്സിലാവാത്ത. എന്തായാലും കമ്മീഷണർ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. പറ. എവിടെയുള്ളേ? ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ. അല്ല, നീ ഇവിടെ തന്നെയുണ്ട്. കണ്ടോ അവള്? ഇല്ലല്ലോ. കള്ളം
കള്ളം പറയണ്ട. നീ ഇവിടെ ഉള്ളത്. നീ ഇപ്പൊ അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയുണ്ട്. എനിക്ക് തോന്നുന്നില്ലല്ലോ. വീണ്ടും കള്ളം പറയാ. നീ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ ഇവിടെ തന്നെ ഉള്ളത്. ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് ഉള്ളത്. എന്തിനെങ്ങനെ കള്ളം പറയുന്നേ? നീ ഇവിടെ തന്നെയല്ലേ? My love is true. എന്തിനാടാ ഇങ്ങനെ ദമ്മടിച്ച് ശരീരം ചൂടാക്കുന്നത്? ഇതെന്തിനാ ഇങ്ങോട്ട് കിട്ടിയെടുത്തത്? ഇതാണോ നീ പറഞ്ഞ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസിലേക്ക് പോവാൻ പോവാ. പോസ്റ്റ് ഓഫീസിൽ പോകുന്ന കോലം കണ്ടില്ലേ? എന്താടാ ഈ കോലത്തിൽ പോസ്റ്റ് ഓഫീസിൽ കേറ്റൂലേ? വേണമെങ്കിൽ ഞാൻ സ്റ്റാമ്പ് തന്നെ റിലീസ് ചെയ്യും. നീ സ്ഥലത്തില്ലെന്നല്ലേ പറഞ്ഞേ? മനുഷ്യനെ കൊല്ലുന്നവന് മനസ്സിനെ പറ്റി എന്തറിയാം? ആരെങ്കിലും സ്നേഹിച്ചാലേ അറിയൂ. എന്താ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഡ്രോപ്പ് ചെയ്യാ. ആ ചെറുതായിട്ടൊരു നുണ പറഞ്ഞതാ. അതിന് നീ പെട്ടെന്നൊരു ഷോക്ക് വരുമെന്ന് ഞാൻ എങ്ങനെ കരുതുക? That's why I hate you. I hate you completely. നീ ഇപ്പൊ ദേഷ്യത്തിലാ. പിന്നെ സംസാരിക്കാം. പോ ക്ലാസ്സിൽ പോ. That's why I hate you completely. എന്താടാ നിന്റെ കരവ് ഇങ്ങനെയാണോ? എന്താ ടെൻഷൻ പാർട്ടികളാടാ. ഈ പെമ്പിള്ളേരെ ഇങ്ങനെ തന്നെയാ. മറന്നേക്ക്. വേസ്റ്റ്. നീയും എനിക്ക് വേസ്റ്റാ. മറന്നേക്കാം. പോവാൻ പറയടാ. ടിവിയിലെ പരസ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ട് പോവാൻ പറയടാ. ആ ഇപ്പൊ സത്യമായിട്ടും പോയി. നാല് വാക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യം. വിട്ടേക്ക്, എല്ലാം വിട്ടേക്ക്. ആദ്യം ഈ താന്തോന്നികളുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്ക്. എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യില്ലേ? പറ. വിട് വിട് എന്ന് പറയുന്നുണ്ടല്ലോ. വിടാൻ അവന്മാരെന്താ സിഗരറ്റാ? ഫ്രണ്ട്ഷിപ്പ് അടി. അല്ല എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തേ? എന്താ ചെയ്ത പറ. വരും, എവിടെയെങ്കിലും വെച്ച് കാണും, ഇല്ലെങ്കിൽ ട്രെയിനിൽ കാണും, ഈന്ന് ഇളിച്ച് കാണിക്കും, അല്ലെങ്കിൽ ഊന്ന് കരഞ്ഞിട്ട് പോകും. വേറെ എന്താ ചെയ്തേ? അല്ല ഒരു പാവം പയ്യ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അവനാണെങ്കിൽ ആരുമില്ല. എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ, എന്തെങ്കിലും വേണോ ചോദിച്ചോ, കുറച്ച് ഉപ്പുമാവെങ്കിലും കൊടുത്തോ? ഇല്ല. കുടുംബം മുഴുവൻ കാരിയറും പിടിച്ചോണ്ട് ഓന്ന് നടക്കുന്നല്ലാതെ കഴിച്ചോന്ന് ഒരു വാക്ക് ചോദിച്ചോ? ടിഫന്റെ കാര്യത്തിൽ കൂടെ കമ്മിറ്റ്മെന്റ് ഇല്ല, ലൈഫ് ഫുള്ളാ കമ്മിറ്റ് ആവണം. പിന്നെ മുഴുവൻ വലിച്ചു കയറ്റ്. അവിടെ നോക്കടാ ചേച്ചി, ദാ അവര് അന്ന് നമ്മുടെ വീട്ടിലൊന്ന് വഴക്കുണ്ടാക്കിയില്ലേ, അവരാ അത്. മിണ്ടാതിരിക്കാൻ. അങ്ങോട്ട് നീങ്ങിടാ. ചേച്ചിയും ചേട്ടനും കൂടി എങ്ങോട്ട്? എനിക്ക് വേണ്ട. പറയൂ. എന്താ മോളെ സുഖാണോ? Don't touch. എന്റെ ചേച്ചി ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ച നീ എന്ത് ചെയ്യോടാ? എനിക്ക് മനസ്സിലായി, നിങ്ങളല്ലേ അന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് ചേച്ചി ഉപദ്രവിച്ചത്. അതേടാ. ആ, നിങ്ങൾ എന്തിനാ ഈ ലോക്കൽ ട്രെയിനിൽ വന്ന് ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നത്? എന്താടാ വലിയ ചോദ്യം? കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ എടപ്പള്ളി സ്റ്റേഷനിലെത്തും. അപ്പൊ കാണിച്ചു തരാം നിങ്ങളെ. കാണിച്ചു തരോടാ നീ. പോടാ.
ഏയ്, എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? ആ, ആ. എടാ എടപ്പള്ളി വന്ന നീ എന്തോ അയ്യോ. കാണിച്ചിരുന്നു പറഞ്ഞോടാ. ഇപ്പൊ കണ്ടോടാ നിങ്ങള്. ഏയ്! ആരാ നീ? എന്നെ നീ അടിക്കോടാ, അടിക്കോടാ. നീ നോക്കടാ, ഇവനെ ഇവിടുത്തെ വലിയ ദാദ നമ്മളെ അടിക്കാൻ വന്നിരിക്കവൻ. വലിയ പോക്കിയാണ് അവന്റെ വിചാരം. അയ്യോ അത് അവരെക്കാളും നിന്നെ കാണുമ്പോഴാണ് എനിക്ക് പേടി. നീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. But I love you. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു പേടിയുമില്ല. ആ